UDF അധികാരത്തിലിട്ട് വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കുറച്ച് നാളായിട്ടേ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു എലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ തൊട്ട് അതും പറഞ്ഞ ചർച്ചകൾ, ഞങ്ങൾ 100 സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് നാൾ ആദ്യം രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടായിരുന്നു, VD സതീഷിന്റെ പേരുണ്ടായിരുന്നു, പിന്നെ KC വേണുഗോപാലിന്റെ പേര്, ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ പോയി. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇവരുടെയൊക്കെ ഈ സൈബർ പോരാളികളുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാനിരിക്കുന്ന കുറച്ച് പേര്, ഇവർ വലിയ ചർച്ചകൾ വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ 3 പേരുടെ അണികൾ ചേർന്ന് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ശശി തരൂർ ഇപ്പോൾ അതിനൊരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് കെട്ടിടം പണിത് കഴിഞ്ഞിട്ട് ഫർണിച്ചറുകളെ കുറിച്ച് ആലോചിച്ചാൽ പോരെ എന്ന് തരൂര് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അത് സത്യമാണ്. ഇപ്പൊ ഈ അടുത്തിടെ ഇന്ന് തുടങ്ങിയൊരു വിവാദമാണ്. പിന്നെ മുഹമ്മദ് ഷിയാസ് VD സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയും എറണാകുളം ജില്ലാ അധ്യക്ഷനുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ. മുഹമ്മദ് ഷിയാസ് പറഞ്ഞ് എറണാകുളത്ത് നിന്നായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ഇതാണിപ്പം പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ഹൈബീഡിനൊക്കെ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഷിയാസ് ആണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്? എറണാകുളം ജില്ല ഇന്ന സ്ഥലത്തൊന്ന് പറയാൻ പറ്റുമോ? ഇന്ന ജില്ലയിൽ നിന്ന് ആ ജില്ലയിലെ ആരുണ്ട് മുഖ്യമന്ത്രിയായിട്ട് കൊള്ളാവുന്ന എറണാകുളം ജില്ലയിൽ അങ്ങനെ പറയത്തക്ക നേതാക്കന്മാർ ആകെയുള്ളത് VD സതീശൻ മാത്രമാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന് നമുക്ക് പരക്കെ പറയാൻ പറ്റുന്നൊരു കാര്യം. അപ്പം മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞ വലിയ വിവാദമായിരുന്നു. കൊച്ചിയിൽ ആദ്യം ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കുന്ന ഒരു ഇതിൽ നിന്ന് ദീപ്തി മേരി വർഗീസ് ദീപ്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്ററൊക്കെ അടിക്കുകയും ചെയ്തു. മുഹമ്മദ് ഷിയാസ് സ്വന്തം നിലയ്ക്ക് പോസ്റ്ററൊക്കെ അടിച്ചു വെച്ചാൽ. അപ്പൊ ഇവർ രണ്ടുപേരുടെ പോസ്റ്റർ അടിച്ചു വെച്ചുകൊണ്ട് ആദ്യം ഈ പറയുന്ന ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസും തമ്മിൽ പോസ്റ്റർ ഫൈറ്റ് ആയിരുന്നു. അപ്പം ദീപ്തി മേരി വർഗീസിനെ എങ്ങനെയും സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി KC വേണുഗോപാൽ ചരട് വലിച്ചു, പക്ഷെ നടന്നില്ല. അപ്പം പിന്നീട് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് VD സതീശനും ചരട് വലിച്ചു. അപ്പൊ അങ്ങനെ രണ്ടുപേരും തമ്മിൽ നടന്ന, ശരിക്കും VD സതീശനും KC വേണുഗോപാലും തമ്മിൽ നടന്ന ചരട് വലിയിൽ VD സതീശൻ ജയിക്കുകയും ഒടുവിൽ മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഇവിടെ കൊച്ചിയിലാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അവിടെ KJ മാക്സിയാണ് ഇപ്പം അവിടുത്തെ നിലവിൽ MLA ആയിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ഇത്തവണയും സാധ്യത. എറണാകുളം ജില്ലയിൽ പിന്നെ ഇടതുപക്ഷത്തിന് സാധ്യത ഉള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് കൊച്ചി എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ ഈ ഷിയാസിന് ഉടനെ ഈ പറയുന്ന ഗുരുഭക്തി അമിതമായി വഴിഞ്ഞൊഴുകുന്ന ഒരാളാണ് മുഹമ്മദ് ഷിയാസ്. അപ്പൊ അതുകൊണ്ടാണ് എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കും ഇത്തവണ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് പറഞ്ഞു. നല്ല കാര്യം, ആര് വന്നാലും നല്ല കാര്യം തന്നെയാണ്. അപ്പൊ എറണാകുളം ജില്ലയിലാണെങ്കിലും ഇനിയിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നാണെങ്കിലും ആലപ്പുഴയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലക്കാരാണ് രമേശ് ചെന്നിത്തല. അപ്പൊ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ വ്യംഗ്യമായി പറഞ്ഞു വെക്കുകയാണ്. അത് വെച്ചാൽ ഇവർ തമ്മിലൊരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ബാക്കിയുള്ള ഇപ്പൊ K മുരളീധരൻ ആണെങ്കിലും ഇപ്പൊ ശശി തരൂരൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഉൾപാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യർത്ഥ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ പിന്നെ ഇങ്ങനെ പെര കെട്ടിയിട്ട് മതി പിന്നെ ഫർണിച്ചർ മേടിക്കുന്നത് എന്നടക്കമുള്ള പരാമർശങ്ങൾ. PC വിഷ്ണുനാഥ് പറഞ്ഞ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വെറും 5 മിനിറ്റ് പോലും വേണ്ട എന്ന് വിഷ്ണുനാഥ് പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെ മുതിർന്ന പല നേതാക്കന്മാരും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. K മുരളീധരനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ് എന്ന് പറഞ്ഞു. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിങ്ങനെ ഒരു തല്ല് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും 100 സീറ്റ് എന്ന് പറയുന്ന ഒരു ഞങ്ങൾ 100 സീറ്റിലധികം നേടി വിജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കന്മാരും ആ ഒരു ആ ഒരു അവകാശവാദം ഉന്നയിച്ചു. ആ അവകാശവാദം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സ്ഥാപിത താല്പര്യങ്ങൾ അവർക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 സീറ്റ് എന്ന് പറയുന്ന ഒരു വാദം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിർത്തണം. ഇതൊരു തരം ട്രാപ്പാണ്, ഒരു കെണിയാണ്. ഈ കെണി വിരിച്ചു വെക്കുന്നത് ഇവിടുത്തെ മുതലാളി വർഗത്തിനാണ്. കാരണം ഞങ്ങൾ ഇവിടെ അധികാരത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് പിരിവ്, അതായത് പാർട്ടി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പുതിയ ശ്രമം എന്ന് വെച്ചാൽ പുതിയ ഒരു പലപ്പോഴും പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ സ്കൂൾ തുറപ്പൊക്കെ കൊണ്ട് വരുന്ന സമയത്ത് ഇനിയിപ്പം മാർക്കറ്റിൽ സുലഭമായിട്ട് ഇനി വരാൻ പോകുന്ന പരസ്യങ്ങൾ കൂടെ പിന്നെ ബാഗുകള്, ബുക്കുകള്, പിന്നെ പെൻസിൽ വരെ പരസ്യത്തിലേക്ക് വരാനുള്ള സാധ്യത. അപ്പൊ സീസൺ എന്ന് വെച്ചാൽ അതൊരു തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, അവതരിപ്പിക്കലാണ്. എന്ന് പറയുന്ന പോലെ മുതലാളിമാരുടെ മുന്നിൽ എന്ത് ചെയ്യുക, ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊരു തോന്നൽ മുതലാളിമാർക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് ധാരാളമായി ഇവരിലേക്ക് എത്തും. അതായത് ഒന്നുകിൽ പാർട്ടി ഫണ്ടൊക്കെ വരുന്ന മുതലാളിമാരെ ഇവർ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുമെന്നേ. അവർ പരമാവധി അവരെ ചേർത്ത് നിർത്തും. അവർക്ക് ഇപ്പോൾ ഫണ്ടുകൾ ധാരാളം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫണ്ടുകൾ ഇവരുടെ അടുത്തേക്ക് എത്തും. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ ഏറ്റവും അധികം
കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഫണ്ട് ചെലുത്തപ്പെടുന്ന അല്ലെ ഫണ്ട് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, വലിയ വലിയ ആശുപത്രി ശൃംഖലകൾ, അതോടൊപ്പം തന്നെ വലിയ എന്താ പറയുക ലബോറട്ടറീസ്, ഇവരൊക്കെയാണ് പാർട്ടിയിൽ ഫണ്ടിങ്. എന്താണ് ഇതിന്റെ ഈ ഫണ്ടിങ്ങിന്റെ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണി അവർ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോഗ്യ മേഖല ഇവിടെ താളം തെറ്റി കിടക്കും എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇവർ UDF അത്തരത്തിലൊരു പണി എടുത്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുന്ന പോലെ ഈ ഒരു തെറ്റിദ്ധാരണാജനകമായി ഈ രീതിയിൽ ഒരു സംഭവം ഇങ്ങനെ ഒരു വരുത്തി തീർക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന പലപ്പോഴും VD സതീശനാണ് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുന്ന ഒരു VD സതീശൻ നിലപാടുകളുടെ രാജകുമാരനായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ആയിരിക്കും, അപ്പോൾ ഉറപ്പുള്ളതുകൊണ്ടല്ലേ എന്ന് പറയുന്നൊരു തോന്നൽ. പിന്നെ കുറെ ഈ പറയുന്ന കുറച്ച് പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പ്രവാചകന്മാരും വന്നിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികം അത് ഫലിക്കപ്പെടുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലി ശക്തമായ ഒരു ടോക്ക് ഇപ്പോഴും ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പരസ്യപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൽ VD സതീശനെ അപ്പം VD സതീശന്റെ ഒരു പറ്റം ഇറങ്ങിയതുകൊണ്ട് സതീശനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിക്കുക. 100 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണ്ടേ, ഒരു മുഖ്യമന്ത്രി വേണ്ടേ, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ വന്നിട്ട് വളരെ മാന്യമായ രീതിയിൽ ഒരു വാക്ക് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ശശി തരൂരാണ്. ശശി തരൂർ പറഞ്ഞത് ഇവിടെ പെര കെട്ടിയിട്ട് പോലെ ഫർണിച്ചർ മേടിക്കുന്നത് സത്യമല്ലേ, ഇതുവരെ ഭൂരിപക്ഷം ആയിട്ടില്ല, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ടില്ല, ഈ റിസൾട്ട് വരാതെ ഈ ഒരു പിന്നെ എന്താ പറയാ കൃത്രിമമായ ഒരു കണക്കുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പോവാ, ഇത് എന്തൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്. അതിലിപ്പോ അതിന് തീരുമാനിക്കാൻ അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഈ ഹൈക്കമാൻഡ് ഇപ്പൊ പണ്ട് പിന്നെ സുധാകരൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഫണ്ട് പിരിക്കാൻ ഞങ്ങളുടേതായ പാർട്ടിയുടെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെതായ ചില സംവിധാനങ്ങളില്ലേ. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം വെറുതെയെങ്കിലും അവിടെ കെട്ടിച്ചമച്ച് വെച്ചിട്ടില്ലേ. അപ്പൊ അവരാണ് പറയുന്നത് ഇന്നാള് മുഖ്യമന്ത്രിയാകുക. സത്യത്തിലൊന്നുമല്ല, ഇവര് തമ്മിൽ തീരുമാനിക്കും, തീരുമാനിച്ചിട്ട് ഹൈക്കമാൻഡിനോട് പറയാം എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഇത്രയേ ഉള്ളൂ സംഭവം. അല്ല ഇതിനകത്ത് വലിയ ചടങ്ങുകളൊന്നുമില്ല. പക്ഷെ ആ ഒരാളെ തെരഞ്ഞെടുക്കാനാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ എനിക്ക് തോന്നുന്നു ശശി തരൂർ ഈ അടുത്ത സമയത്ത് പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടി, ഈ 100 സീറ്റ് എന്ന് പറയുന്ന വലിയ ഫിഗറിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല, മാന്യമായ വിജയിക്കാൻ വേണ്ട ഒരു ഭൂരിപക്ഷം ഇവിടെ കോൺഗ്രസിന് കിട്ടുമെന്ന് കരുതുന്നു എന്നുള്ളതാണ് ശശി തരൂരിന്റെ ഒരു ടേക്ക്. അത് വളരെ മാന്യമായ കാര്യമാണ്. കാര്യം 100 എന്ന് പറയുന്ന ഒരു അവകാശവാദത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പല നേതാക്കന്മാരും തള്ളി ഏകദേശം 150 വരെയൊക്കെ എത്തിക്കാനാണ് സാധ്യത. എന്ന് വെച്ചാൽ 150 സീറ്റേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ, 150 വരെയൊക്കെ മിക്കവാറും തള്ളി ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോകണം. വീണ്ടും പിന്നെ 10 വീണ്ടും കൂട്ടും. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും പരമാവധി സീറ്റ് ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രമം. അപ്പൊ ഇങ്ങനെ ചില ആശയങ്ങൾ ഇപ്പൊ മുന്നോട്ട് വരുന്നു. അപ്പൊ ഇനി മുഖ്യമന്ത്രി ആരാകണം എന്ന് പറയുന്നത്, ഇപ്പൊ VD സതീശൻ ഇപ്പോൾ ഓൾറെഡി മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് സ്വയം പ്രിപ്പയർഡ് ആണ്. നമ്മൾ അദ്ദേഹത്തിന് പല PR ഇന്റർവ്യൂകളിലും നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ വിഷനൊക്കെ അവതരിപ്പിക്കും. അവിടെ അത് അങ്ങനെ ചെയ്യാം, അവിടെ തീരദേശ ഹൈവേ വേണ്ട, നമുക്ക് അതിനകത്ത് കൂടെ കപ്പൽ ഓടിക്കാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില വലിയ വലിയ ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. എന്നിട്ട് ഇത് കേട്ട് വിളിച്ചിരിക്കുന്ന കുറെ ആൾക്കാരും ഉണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ ഇതൊക്കെ സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കാര്യമാണ് എന്നുള്ള കാര്യം സതീശനും അറിയാം. കാരണം ഈ നേതാക്കന്മാരാരും സതീശനൊപ്പം നിൽക്കില്ല എന്നുള്ള കാര്യം അറിയാം. എന്താണ് സതീശന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കോൺഫിഡൻസ് എന്ന് പറയാനൊന്നും ഇല്ല. കാരണം ഇവിടെ ഈ 100 സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യവും ഏറെക്കുറെ സതീശന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണെന്നേ. കാര്യം ഇവിടുത്തെ ഒരു ട്രെൻഡ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അറിയാം. പിന്നെ ഇത് ഈ പറയുന്ന പോലെ കനകോലു എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് നമ്മൾ തുറന്നു പറയുക എന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നത് കേട്ടിട്ട് അത് മറ്റൊരാളുടെ പറയുന്നു. അല്ല 100 സീറ്റ് എന്ന് പറയുന്നൊരു ഉറപ്പ് ശരിക്കും സതീശന് ഇല്ല, നിലവിലില്ല. എങ്ങനെ 100 സീറ്റ് വരും? ഇവിടെ നിലവിൽ നമ്മൾ ആലോചിച്ച് നോക്കി ലീഗിന് 27 സീറ്റിൽ മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ 27 സീറ്റിൽ 4 എണ്ണത്തിൽ ലീഗ് പരാജയപ്പെടും. കാരണം 4 അല്ലെങ്കിലേ ഉള്ളൂ, ഒരു 5 സീറ്റോളം ലീഗ് പരാജയപ്പെടുകയും അതിൽ വളരെ കുറച്ച് ഇപ്പൊ ഗുരുവായൂർ അടക്കമുള്ള പല സീറ്റുകളിലും ലീഗ് പരാജയപ്പെടും. പേരാമ്പ്ര പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്, പുനലൂര് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. 4-5 സീറ്റ് പോകും. ബാക്കി വരുന്ന സീറ്റുകളാണ് ലീഗിനുള്ളത്. അതിന്റെ 20 സീറ്റ് ലീഗിന് കൂട്ടിയാൽ മതി. നമുക്ക് പരമാവധി ലീഗിന് കിട്ടാൻ പോകുന്ന 20 തന്നെ ഉള്ളൂ. അപ്പൊ ഈ 20 സീറ്റ് പരാജയപ്പെട്ടു ലീഗിന് കിട്ടും. ബാക്കി കഴിഞ്ഞ തവണത്തെ വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 2021 കോൺഗ്രസിന് 21 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഫലത്തിൽ വേണ്ട 72 സീറ്റെങ്കിലും വേണം അതായത് ഇതില് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ 72 സീറ്റ് വേണം. അപ്പൊ ലീഗിന്റെ 20, ബാക്കി വേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം 52 സീറ്റുകൾ
ഉണ്ടാക്കിയെടുക്കണം. കേരള കോൺഗ്രസ് ജെയ്ക്ക് വലിയ സീറ്റുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. അനൂപ് ജേക്കബ് ഒക്കെ ജയിക്കുമെന്ന് തന്നെ അറിയത്തില്ല. പിന്നെ അബു ജോൺ ജോസഫ് ഗ്രൂപ്പിന്റെ അത് ജയിക്കുമെന്ന് സംശയമാണ്. അവിടെ എനിക്ക് തോന്നുന്നു മോൻസ് ജോസഫ് മാത്രം അങ്ങനെ ജയിച്ചാൽ ജയിച്ചു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറെ സീറ്റുകൾക്ക് സാധ്യതയില്ല. അപ്പം നമ്മൾ പരിശോധിച്ചാൽ ഈ ബാക്കി സീറ്റുകൾ കണ്ടെത്തേണ്ടത് കോൺഗ്രസ് ആണ്. അതായത് ഈ പിന്നെ 52 സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 52 എങ്കിലേ 72 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക്, കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്താൻ പറ്റൂ. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം അവിടെ അവശേഷിക്കുക. അപ്പൊ ഈ ഒരു പ്രശ്നം അവശേഷിക്കുന്നുള്ള കാര്യം ഇത് സത്യമായിട്ടും പിന്നെ വി ഡി സതീശനൊക്കെ അറിയാം. വി ഡി സതീശൻ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വിപണന തന്ത്രമായത്. കാരണം ഫണ്ട് അടിച്ചു മാറ്റി എന്നുള്ള വസ്തുതയാണ്. അപ്പം വയനാടൻ ഫണ്ട് പോയി, അവിടെ നിന്ന് ഉള്ളവർക്കെല്ലാം ആ ഫണ്ട് എല്ലാം എടുത്തിട്ട് പലപ്പോഴും പലരും പലയിടങ്ങളിലും ആ ഫണ്ട് വിനിയോഗിച്ച് കഴിഞ്ഞു. ഇനി ആ തിരിച്ചുവരവില്ലാത്ത ഫണ്ടാ. പല പിന്നെ ബിനാമികളും പൈസ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇനിയും അവിടെ വീട് വെക്കുന്ന കാര്യം നടക്കില്ല. അവിടെ ഇനി വീട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വടി പിടിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് പിന്നെ വീട് വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കോൺഗ്രസ് പാർട്ടി ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. പിന്നെ അതോടൊപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും അത്യാവശ്യം പേരുദോഷം ഉണ്ടായി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ജനങ്ങൾ ഒരു സർക്കാരിന് എതിരാണ്, ഇപ്പൊ ആന്റി ഇൻകംബൻസി എന്ന് പറയും, ആ സർക്കാരിന് എതിരാണ് എന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സതീശനും അറിയാം ഇത്രയും 100 സീറ്റ് എന്നൊക്കെ പറയുന്നത് അപ്രാപ്യമായ കാര്യമാണ് എന്നുള്ള കാര്യം. തന്നെയല്ല, ഇത്തവണ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പലതും അത്രത്തോളം മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളല്ല. അത് മാത്രമല്ല, ഇടതുപക്ഷത്തെ MLA-മാരും വലിയ പേരുദോഷം കേൾപ്പിക്കുകയോ അതോടൊപ്പം ഈ പറയുന്ന അവരുടെ മണ്ഡലങ്ങളിൽ വലിയ ബുദ്ധിമോശം കാണിക്കുകയൊന്നും ചെയ്തവരൊന്നും അല്ല. അതിൽ കൂടി വന്ന ഒരു 3-4 പേർക്ക് മാത്രമേ ഉള്ളൂ തട്ടുകേട് സംഭവിക്കാൻ. ബാക്കി എല്ലാവരും ഇടതുപക്ഷ MLA-മാരിൽ കൂടുതൽ ആൾക്കാരും ജയിക്കാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇദ്ദേഹം പറയുന്നത്, തരൂരിന് ആ ഒരു പ്രതീക്ഷയില്ല. കേവല ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ തരൂരിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് തരൂര് പറഞ്ഞ് കെട്ടിടം വെച്ച് കഴിഞ്ഞിട്ട് പോരെ നമ്മൾ ഫർണിച്ചറിനെ കുറിച്ച് ആലോചിക്കാൻ എന്ന് പറഞ്ഞു വിട്ടതിന് കാര്യം അത് തന്നെയാണ്.